പെട്രോളിനും ഡീസലിനും വില കൂട്ടി. ഇത് എന്നെ ബാധിക്കില്ല, കാരണം എനിക്ക് 2.5 ലക്ഷം രൂപ പെൻഷനുണ്ട്. സാധാരണക്കാരെ എങ്ങനെ ബാധിക്കാൻ? അവർ കാറിൽ പോകണ്ട, സൈക്കിളിൽ പോകണം. അപ്പൊ ഈ പെട്രോളിന്റെ പോകാൻ യോഗ്യത ഉള്ളവൻ എന്നെ പോലെ ഉണ്ടാക്കിയെടുക്കും. പക്ഷെ വേറെ കാര്യമില്ലേ, പെട്രോളിന്റെ വില കൂടി എന്ന് പറഞ്ഞാൽ അത് സാധനങ്ങളുടെ വില കൂടില്ലേ? ഇതുപോലെ ഒരു ചെറ്റ വർത്താനം സംസാരിക്കണ ഒരുത്തനെ ഞാൻ ഇന്നുവരെ ഒരു ന്യൂസ് ചാനലിലോ സോഷ്യൽ മീഡിയയിലോ കണ്ടിട്ടില്ലടായി. ഇവനൊക്കെ എങ്ങനെ സർക്കാർ ജോലിയിൽ ഇരുന്ന് ഈ ഒരു മെന്റാലിറ്റി കൊണ്ട് ഏതെങ്കിലും പാവപ്പെട്ടവന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ പെട്രോൾ പമ്പിലാണ് ഈ ബൈറ്റ് എടുത്തിട്ടുള്ളതെന്ന് മനസ്സിലായി. അതിനകത്ത് ഒരു 2.5 കിലോമീറ്റർ അപ്പുറത്ത് തക്കയുടെ ശ്മശാനം ഉണ്ട്. പെട്ടെന്ന് എത്തുകയാണെങ്കിൽ 2.5 ലക്ഷം രൂപ സർക്കാരിന് ലാഭിക്കാം. കുറെ പാവപ്പെട്ടവന്മാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ ആ 2.5 ലക്ഷം രൂപ മാസം കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ സർക്കാർ ജോലിയിൽ ഇരുന്നവന്മാർക്കൊക്കെ ഇത്രയും കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലാവും. ഇത്രയും പെൻഷൻ 2.5 ലക്ഷം രൂപയൊക്കെ പെൻഷൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്തിനാണ് എനിക്ക് മനസ്സിലാവില്ല. ജീവിക്കാൻ ഒരു മാസം ഒരു 20,000 30,000 കൊടുത്താൽ പോരെ, എന്തിനാണ് 2.5 ലക്ഷം രൂപ എന്ത് നേദിച്ചിട്ടാണ് ഇവനെ പോലെയുള്ള കിളവന്മാർക്കൊക്കെ ഇങ്ങനെ വാരിക്കോരി പെൻഷൻ എന്നും പറഞ്ഞു കൊടുത്ത് നാട്ടിലൊരു ബാധ്യതയായിട്ടിരിക്കണമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എത്ര നല്ല മനുഷ്യർ പോകുന്നു, കാലിന് പോലും വേണ്ട. സംസാരങ്ങളൊക്കെ ക്ലിയർ ആയിരിക്കണം, ഇല്ലെങ്കിൽ നാട്ടുകാർ തിരിച്ച് തെറി വിളിക്കും.